കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പെന്തക്കോസ്തു വിശ്വാസികൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കണമെന്ന ആവശ്യം ശക്തി പ്രാപിക്കുകയാണ്. നേരത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് കൺവെൻഷനായ കുമ്പനാട് കൺവെൻഷനിൽ IPCയിലെ പ്രമുഖ പ്രസംഗകരിൽ ഒരാളായ പാസ്റ്റർ ബാബു ചെറിയാൻ ഇതേ ആവശ്യം തുറന്നു പറഞ്ഞിരുന്നു. കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകളെല്ലാം IPC സഭ രാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്ന നിലയിൽ വലിയ പ്രാധാന്യത്തോടെ ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സോഷ്യൽ മീഡിയ വ്യാപകമായി ആ വിഷയം ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ കേരളത്തിൽ IPC പോലെ തന്നെ പ്രാധാന്യമുള്ള മുഖ്യധാര പെന്തക്കോസ്ത് സഭയായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് ജനറൽ കൺവെൻഷനിലും അതേ ആവശ്യം കൂടുതൽ വ്യക്തതയോടെ ഉയർന്നിരിക്കുന്നു. കുമ്പനാട് IPCയുടെ ഔദ്യോഗിക സ്ഥാനികൾ ആരുമല്ല രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത്. എന്നാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അവസാന വാക്ക് പറയുവാൻ അധികാരമുള്ള മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സൂപ്രണ്ട് പാസ്റ്റർ TJ ശാമുവേൽ തന്നെയാണ് കൃത്യമായ നിലപാട് തുറന്നു പറഞ്ഞത്. ആ പ്രസംഗത്തിലെ വാക്കുകൾ കേൾക്കുക. നിശ്ചയമായും പെന്തക്കോസ്തുകാർ രാജ്യഭരണത്തിൽ പ്രവേശിക്കേണ്ടത് ദേശത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെയും ആവശ്യമാണ്. നമുക്ക് സ്വന്തമായി ഒരു MLAയോ MPയോ ഒക്കെ ഈ രാജ്യത്തുണ്ടാകേണ്ടത് ഈ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ തീരെ ചെറിയ ഒരു സംഖ്യ അല്ല, ഒരു വലിയ സംഖ്യ പെന്തക്കോസ്തുകാർ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇത് നമ്മുടെയും കൂടി അവകാശമാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണവും കാര്യങ്ങളും. ആകയാൽ അതും കൂടി ദൈവജനം ഉത്സാഹിക്കേണ്ടതും ആവശ്യമാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തി ഇതെല്ലാം ലോകമയത്വമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ശാസ്ത്രം നിർത്തി ദൈവഭക്തരായവർ, ദൈവം അകത്തു വാഴുന്നവർ നീതിയോടെ ന്യായത്തോടെ രാജ്യത്തിന് സമ്മാനം കൊടുക്കാൻ, രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ എഴുന്നേൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ്. അടൂരിലെ പറന്തലിൽ നടന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് ജനറൽ കൺവെൻഷന്റെ സമാപന യോഗത്തിൽ സമാപന സന്ദേശത്തിനിടയിലാണ് പാസ്റ്റർ TJ ശാമുവേൽ ഈ പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രാധാന്യമർഹിക്കുന്നുമുണ്ട്. ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസികൾ കയ്യടികളോടെയാണ് ഈ വാക്കുകൾ ഏറ്റെടുത്തത്. സാധാരണ നിലയിൽ പെന്തക്കോസ്ത് സമൂഹം ഇതുപോലെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയോ അതിനുവേണ്ടി ലോബിയിങ് നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. എന്നാൽ മാറി വരുന്ന കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമൂഹമാണ് പെന്തക്കോസ്ത് സഭകൾ. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത് സഭാവിശ്വാസികൾ വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പെന്തക്കോസ്ത് സഭകളുടെ നേതാക്കൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുകയും തുറന്നു പറയുവാൻ തയ്യാറാകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാലം വരെ രാഷ്ട്രീയ പ്രവർത്തനത്തോട് വിമുഖത കാട്ടി മാറി നിന്നിരുന്ന ഒരു സമൂഹം ഒറ്റയടിക്ക് സജീവമായി രംഗത്തിറങ്ങുന്നത് കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലെയും ഫലത്തെ നിർണായകമായി സ്വാധീനിക്കുവാനുള്ള ഒരു ഇടപെടലായി മാറുമെന്നതിന് സംശയമില്ല. ഇതുവരെ ആത്മീയതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകിയ പെന്തക്കോസ്തു സഭകൾ രാഷ്ട്രീയമായി സംഘടിക്കുകയോ തങ്ങളുടെ നിലപാടുകൾ പറയുകയോ എന്തെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയോ സ്വാധീനം ചെലുത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതിനാൽ തന്നെ സഭകളുടെ പിന്തുണയോ അംഗീകാരമോ ഇല്ലാത്ത ചില വ്യക്തികളും കടലാസ സംഘടനകളും പെന്തക്കോസ്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കുകയും ഇലക്ഷൻ സമയങ്ങളിൽ സഹായം വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. ആ കൂട്ടർ ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ മുതലെടുപ്പ് നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ സഭാ നേതൃത്വം നേരിട്ട് രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതോടെ കേരളത്തിലെ ഒരു മുന്നണിക്കും ഇനി പെന്തക്കോസ്ത് സമൂഹത്തെ മുൻകാലങ്ങളിലെ പോലെ അവഗണിച്ച് കളയുവാനോ മാറ്റി നിർത്തുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രേക്ഷകർ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലുള്ള പൊതു അംഗീകാരമില്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ വെറും പ്രസ്താവനകൾ മാത്രമല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. രണ്ട് പ്രമുഖ സഭകളുടെ ഔദ്യോഗിക വേദിയിൽ, അതായത് അവരുടെ ജനറൽ കൺവെൻഷനുകളിൽ പ്രമുഖരും വ്യാപക അംഗീകാരമുള്ളവരുമായ രണ്ട് നേതാക്കളാണ് ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്.
അതിൽ പാസ്റ്റർ ബാബു ചെറിയാനെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ പെന്തക്കോസ്ത് സഭകൾക്കും പ്രിയങ്കരനായ ജനപ്രിയനായ പ്രസംഗകനാണ് അദ്ദേഹം. കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി സജീവമായി അദ്ദേഹം കൺവെൻഷൻ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ജനത്തെ വലിയ നിലയിൽ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു ആത്മീയ ഇമേജുള്ള പ്രസംഗകനാണ് അദ്ദേഹം. മാത്രവുമല്ല, മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്ക് പുറത്തുള്ള എല്ലാ ന്യൂ ജനറേഷൻ സഭകളുമായും പാസ്റ്റർ ബാബു ചെറിയാന് ദൃഢമായ ബന്ധമുണ്ട്. ന്യൂ ജനറേഷൻ വേദികളിൽ മടി കൂടാതെ പോകുകയും അവിടെയൊക്കെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ്റെ സ്വാധീന വലയം അതുകൊണ്ട് തന്നെ വലിയതും വിശാലവുമാണ്. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെന്തക്കോസ്ത് വിഭാഗങ്ങളോടൊപ്പം പാരമ്പര്യ ക്രൈസ്തവ സഭകളിലെ ആത്മീയ താല്പര്യമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ പതിവായി വീക്ഷിക്കുന്ന ടെലിവിഷൻ ചാനലാണ് പവർ വിഷൻ TV. പവർ വിഷൻ TVയിലെ മുഖ്യ ആത്മീയ മുഖങ്ങളിൽ ഒരാളാണ് പാസ്റ്റർ ബാബു ചെറിയാൻ. അതിനാൽ തന്നെ അദ്ദേഹത്തിന് പെന്തക്കോസ്തിന് പുറത്തുള്ള ക്രൈസ്തവ സഭകളിലെ 10,000-കണക്കിന് വിശ്വാസികൾക്കിടയിലും വലിയ അംഗീകാരമുണ്ട്. അദ്ദേഹം തൻ്റെ പതിവ് രീതികൾ വിട്ട് ആത്മീയ സന്ദേശത്തിനിടയിൽ രാഷ്ട്രീയ താല്പര്യം വെളിപ്പെടുത്തുന്നതിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ലഭിക്കുന്നു. കുമ്പനാട് കൺവെൻഷനിലെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം നടത്തിയ ചെറിയ പ്രസ്താവനയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചതിന് കാരണവും ഇതുതന്നെയാണ്. ആ വാക്കുകൾ ഒരിക്കൽ കൂടെ കേൾക്കുക. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരിക, പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. യെസ്, പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്നത് ബന്ദിക്കോസുകാരാണ്. നമുക്കിതൊന്നും അറിയില്ല, രാഷ്ട്രീയക്കാർ ഇതിന്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൃശൂർ മുതൽ തെക്കോട്ട് എല്ലാ മണ്ഡലങ്ങളിലും ജയപരാജയം നിർണ്ണയിക്കാൻ തക്ക ശക്തിയുള്ള വോട്ട് ബെൽറ്റാണ് പെന്തക്കോസ്ത് സമൂഹമെന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കൃത്യമായി വ്യക്തമാക്കുന്നു. പാസ്റ്റർ ബാബു ചെറിയാൻ്റെ വാക്കുകൾക്ക് പെന്തക്കോസ്ത് സമൂഹത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. കുറേ ആളുകൾ പിന്തുണച്ചു. അപ്പോൾ തന്നെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചു. ആത്മീയ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ജനത്തെ ഉണർവിലേക്ക് നയിച്ചിരുന്ന ഒരു ദൈവദാസൻ, ഒരു പ്രസംഗകൻ പൊടുന്നനെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പലരും തെറ്റിദ്ധരിക്കുകയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ട്രോളുകളും ഉണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ സ്വാധീനമാണ് പെന്തക്കോസ്ത് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും കാണാതെ പോകരുത്. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഏറ്റവും കരുത്തനായ ലീഡർ പാസ്റ്റർ TJ സാമുവേൽ കൂടുതൽ വ്യക്തതയോടെ അതേ കാര്യങ്ങൾ തങ്ങളുടെ വേദിയിൽ ഉറക്കെ പറഞ്ഞത്. എന്തൊക്കെയാണ് പാസ്റ്റർ TJ സാമുവേൽ പറഞ്ഞിരിക്കുന്നത്? പെന്തക്കോസ്തുകാർ രാജ്യഭരണത്തിൽ പ്രവേശിക്കേണ്ടത് ദേശത്തിൻ്റെ ആവശ്യമാണ്, അത് നമ്മുടെ ആവശ്യമാണ്. ഈ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് സ്വന്തമായി MLAയോ MPയോ ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു വലിയ സംഖ്യ പെന്തക്കോസ്തുകാർ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. രാജ്യഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കുക എന്നത് നമ്മുടെയും കൂടെ അവകാശമാണ്. ആകയാൽ അതിനുവേണ്ടി ദൈവജനം ഉത്സാഹിക്കണം. ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ഇതെല്ലാം ലോകമയത്വം എന്ന് പറഞ്ഞ് വിമർശിക്കുകയോ ചെയ്യുന്ന രീതി അവസാനിപ്പിക്കണം എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ദൈവഭക്തരായവർ, ദൈവം അകത്ത് വാഴുന്നവർ നീതിയോടെ ന്യായത്തോടെ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ എഴുന്നേൽക്കണം എന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നുകൂടെ അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ ഒരു ചെറിയ കാറ്റൊന്നുമല്ല ഉണ്ടാക്കുവാൻ പോകുന്നത്. വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കുവാൻ കരുത്തുള്ള വാക്കുകളാണ് പാസ്റ്റർ TJ സാമുവേൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിക്കും പെന്തക്കോസ്ത് സമൂഹത്തെ പണ്ടത്തെ പോലെ മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഈ വാക്കുകൾ. കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ ഏത് നിലയിൽ ഈ വാക്കുകളോട് പ്രതികരിക്കുമെന്ന് അറിയുവാൻ ലക്ഷക്കണക്കിന് വരുന്ന പെന്തക്കോസ്ത് വിശ്വാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു.
വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.